Dear students, first we can do some problems on limits and then we can see some properties of limits. First problem, limit x tends to 3, x square minus 9 divided by x minus 3. Let's just take this x square minus 9 by x minus 3 as f of x. It is a function of x, so that we can take it as f of x. That is f of x equal to x square minus 3 divided by x minus 3. Then fx എന്നൊക്കെ 3ൽ മാത്രം ഈ fx ഡിഫൈൻഡ് അല്ല, കാരണം 3 ഇടുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും? 3 മൈനസ് 3 വിച്ച് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഡിവിഷൻ ബൈ 0 പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? then fx is defined for all real numbers except 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്തത്? ബാക്കിയുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ബൈ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സിന് വാല്യൂസ് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് വാല്യൂ ഓരോന്ന് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ കിട്ടണു എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണല്ലോ. അപ്പം എക്സിന് ആദ്യം ഞാൻ എന്താ കൊടുക്കാൻ പോണേ? 3യുടെ അടുത്തുള്ള വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കൊടുത്തു വരാം അല്ലേ? 2.5, 2.9, 2.6, 2.7, 2.8, 2.9, 2.999, 3 കഴിഞ്ഞിട്ടുള്ളത് 3.001, 3.01, 3.1, 3.5 അങ്ങനെ നമ്മൾ കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2.5ൽ കാണാം ഈ എഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്ക് 5.5 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് നമുക്കിത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 9 ബൈ എക്സ് മൈനസ് 3 എന്താണ്? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 വരും അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 3 വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ 2.5 ആകുമ്പോൾ എന്ത് വരും? എക്സിന് 2.5 ആകുമ്പോൾ 2.5 പ്ലസ് 3 അതായത് 5.5. 2.9 ആകുമ്പോൾ 2.9 പ്ലസ് 3 അപ്പോൾ എന്താ വരിക? പിന്നെ 5.9 വരും. ഓക്കെ, അതായത് 2.999 പ്ലസ് 3 അപ്പോൾ എന്താ വരിക? 5.999. ഇനി 2.99 വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 2.99 ചെയ്യുമ്പോൾ എന്താ വരിക? 5.99 എന്ന് വരും. 2.99 വരും ചെയ്യുമ്പോൾ 5.99 എന്ന് വരും. ഇനി 3.001 വരുമ്പോൾ 3 പ്ലസ് 3 6.0 അല്ലേ? 6.001 വരും. ഇവിടെ ഇത് പ്ലസ് 3 3.01 പ്ലസ് 3 6.01 എന്ന് വരും. അടുത്തത് 3.1 പ്ലസ് 3 എന്ത് വരും? 6.1 എന്ന് വരും. 3.5 പ്ലസ് 3 എന്ത് വരും? 6.5 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് എന്താ നോക്കൂ, ഈ വാല്യൂസ് എഫ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 3യുടെ തൊട്ടടുത്തുള്ള വാല്യൂസ് എല്ലാം എന്താ നോക്കൂ. 2.999 വന്നപ്പോൾ എന്താ വന്നേ? 5.999. 3.001 വന്നപ്പോൾ എന്താ വന്നേ? 6.0001 അല്ലേ? അതായത് 3യോട് അടുക്കും തോറും ഈ എഫ് എക്സിൻ്റെ വാല്യൂ എന്തിനോട് അടുത്ത് വന്നു? 6നോട് അടുത്താ വന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഫ്രം ദ ടേബിൾ ആസ് എക്സ് ഗെറ്റ്സ് ക്ലോസർ ടു 3 എഫ് എക്സ് gets closer to 6. Okay, അപ്പോൾ നമുക്ക് so that we can write limit x tends to 3 f of x. f of x is x square minus 9 by x minus 3 equal to 6 എന്ന് പറയും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ലിമിറ്റ് ഇങ്ങനെ വരിക എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ തന്നെ കുറച്ച് പഠിക്കും നമ്മൾ കേട്ടോ.
The next problem is, second problem is, you have to find the limit. Limit extends to 4, 1 by 4x minus 2. ഇത് ഒന്നും ചെയ്യാനില്ല. നമ്മൾ എന്താണ് ഇവിടെ എഫ് എക്സ് ഏതിന് മാത്രം ഡിഫൈൻഡ് അല്ല. നോക്കൂ, എക്സിന്റെ വാല്യൂ 1/2 എന്ന് എടുക്കുകയാണെങ്കിൽ 4 × 1/2 വരും. അപ്പോൾ അതായത് 2 വരും. 2 - 2 ഡിനോമിനേറ്ററിൽ വരും കേട്ടോ. അപ്പോൾ എന്താണ് 1/2 മാത്രം ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് വരും. അപ്പോൾ ഞാൻ എഴുതാം ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം എനിക്ക് 1/4x minus 2. Then f of x is defined, നേരത്തെ എഴുതിയ പോലെ എഴുതാം അല്ലേ, ഫോർ ഓൾ എക്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 1/2, എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1/2. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4. ലിമിറ്റ് extends to 4, 1/4x minus 2 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് ഫോർ ദാറ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എഫ് ഓഫ് 4 എന്താ വരിക നോക്കി നോക്കൂ. എഫ് ഓഫ് 4 ചെയ്യുമ്പോൾ നമുക്ക് 1/4 × 4 - 2 വരും. 1/16 - 2 വരും. 1/14 എന്ന് വരും. ഇനി നോക്കിക്കോളൂ കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4, 1/4x minus 2. അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതുക 1/4x minus 2. ഇതാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ എഴുതുക. അപ്പോൾ ഞാൻ എക്സിന് ആദ്യം എന്താണ് കൊടുക്കുന്നത്, പിന്നെ 4ൻ്റെ അടുത്തുള്ള വാല്യൂസ് കൊടുക്കുക. അതായത് 3.5, 3.9 നേരത്തെ ചെയ്ത പോലെ തന്നെ 4ന് തൊട്ടടുത്തുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെ വരുന്നു നമുക്കറിയാൻ വേണ്ടി 3.999, 4.001, 4.01, 4.1, 4.5 ഇങ്ങനെ കുറച്ച് വാല്യൂസ്, അതായത് അങ്ങനെയൊന്നുമില്ല, 4ൻ്റെ അടുത്തുള്ള കുറച്ച് വാല്യൂസ് നമ്മൾ കൊടുത്തു നോക്കുക. അപ്പോൾ 3.5 ഇടുമ്പോൾ ഇങ്ങനെ വരും 1/12 എന്ന് വരും. ചെയ്ത് നോക്കണം കേട്ടോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, ചെയ്ത് നോക്കാം. 3.9 വരുമ്പോൾ 1/13.6 എന്ന് വരും. ഇവിടെ ജസ്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഈ വാല്യൂ 1/14 എന്നുള്ളതിന് പകരം നമുക്ക് പിന്നെ പോയിന്റ് ഇട്ട് അല്ലേ, ഡെസിമൽ ഇവിടെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, ഫ്രാക്ഷൻ ആക്കിയിട്ട് അല്ല. നിങ്ങൾ 0 പോയിന്റ് പറഞ്ഞാൽ അങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. 1/13.6 എന്ന് വരും. ഇവിടെ എന്ത് വരും? 1/3.99 വരുമ്പോൾ 1/13.996 വരും. 3.99 വരുമ്പോൾ 13.96 എന്ന് വരും. 3.99 വരുമ്പോൾ 13.996 എന്ന് വരും. 4.001 വരുമ്പോൾ 1/14.004 എന്ന് വരും. 4.01 എന്ന് വരുമ്പോൾ 1/14.04 എന്ന് വരും. അടുത്ത 4.1 വരുമ്പോൾ 1/14.4 എന്ന് വരും. അടുത്ത 4.5 വരുമ്പോൾ 1/16 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഏതിനോടാണ് അടുത്ത് വരുന്നത്? 4ൻ്റെ അടുത്ത് വരുമ്പോഴും ഏതിനോടാണ് അടുത്ത് വരുന്നത്? 1/14നോടാണ് അടുത്ത് വരുന്നത് അല്ലേ. എക്സ് 4നോട് എടുക്കുമ്പോൾ ആസ് എക്സ് ഗെറ്റ്സ് ക്ലോസർ ടു 4 എന്ന് നമുക്ക് പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/4x minus 2 ഗെറ്റ്സ് ക്ലോസർ ടു എന്താണ് 1/14 അല്ലേ. 1/14ൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതുകൊണ്ട് അങ്ങനെ 1/14ൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4, 1/4x minus 2 ഈക്വൽ ടു 1/14 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രസകരമായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് ഇതിൻ്റെ ഫങ്ഷൻ്റെ ലിമിറ്റ് മനസ്സിലാക്കാനുള്ളൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ആദ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ഗിവൺ
find the following limits and explain why they do not exist. എന്നിട്ട് തന്നിട്ടുള്ളൊരു ഫിഗറാണ് തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഫിഗർ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. തന്നിട്ടുണ്ട് ഫിഗർ 0 1 1 2 -2 1 -1 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫങ്ഷൻ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ എങ്ങനെ s = f of t. ഞാൻ വേണമെങ്കിൽ വേറെ കളർ കൊണ്ട് വരയ്ക്കാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് 0 ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, ഗ്രാഫ് തന്നിട്ടുള്ളൂ. ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ലിമിറ്റ് t tends to -2 f of t കണ്ടുപിടിക്കണം. രണ്ടാമത് ലിമിറ്റ് t tends to -1 f of t കണ്ടുപിടിക്കണം. c ലിമിറ്റ് t tends to 0 f of t. d ലിമിറ്റ് t tends to 1 f of t. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്മോൾ സർക്കിൾ ഇവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ സർക്കിൾ കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഈ ഗ്രാഫിൽ വരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ ഈ സർക്കിൾ കാണിച്ചിരിക്കുന്നത് ആ പോയിന്റ് ഗ്രാഫിൽ വരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതും കൂടെ ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യാതെ നോക്കൂ. എഫ് ഓഫ് ആദ്യം തന്നെ ലിമിറ്റ് t tends to -2 f of t ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലിമിറ്റ് t tends to -2 -2 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് എന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ സൈഡിൽ നിന്നും -2 വരും. അതായത് -2 കുറഞ്ഞ വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത് ആണല്ലോ. ഇതൊക്കെ -2 കുറഞ്ഞ വാല്യൂസ് ആണ് ഈ സൈഡിലുള്ളത്. -2 കൂടുതൽ വാല്യൂസ്, വലിയ വാല്യൂസ് ആണ് ഇപ്പുറത്തുള്ളത്. ഇപ്പം -2 കുറഞ്ഞ വാല്യൂസിൽ നിന്നും -2 കൂടിയ വാല്യൂസിൽ നിന്നും -2 വരുന്നു. ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ വാല്യൂസ് വരുമ്പോൾ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്നു ഇവിടെ വന്ന് നിൽക്കണം. -2 കുറഞ്ഞ വാല്യൂസ് -2 വരുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ വന്നു. ഇപ്പുറത്തോ കൂടിയ വാല്യൂസ് വരുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നു. വന്നിട്ട് ഫംഗ്ഷൻ എവിടെയാണ് അവസാനിക്കുന്നത്? ഏകദേശം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിസിൽ ഈ പോയിന്റ് എന്താണ്? 0 ആണ്. അതായത് 0 ഫംഗ്ഷന്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാം
പിന്നെ നോക്കൂ, ഈ -2ൽ ഇവിടെ ഒരു സർക്കിളാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സർക്കിൾ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സർക്കിൾ കാണിച്ച അർത്ഥം? ഇൻഡിക്കേറ്റഡ് പോയിന്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രാഫ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ടി ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് ടി ഈക്വൽ ടു -2. -2ൽ സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ടി ഈസ് നോട്ട് ഡിഫൈൻഡ്, അല്ലേ? ഡിഫൈൻഡ് അറ്റ് ടി ഈക്വൽ ടു -2. കാരണം ഇവിടെ ഒരു സർക്കിൾ ആയതുകൊണ്ട് സർക്കിളാണ് -2ൽ ആക്കിയിരിക്കുന്നത്. അപ്പോൾ -2ൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇനി എന്ത് പറയാം? നമുക്ക് എഫ് ഓഫ് ടിയുടെ വാല്യൂ ആണ് ആസ് ടി അപ്രോച്ചസ് -2 for values less than -2. As t approaches -2ലോട്ട് അപ്രോച്ച് ചെയ്യുന്നു ടി. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്രോച്ചസ് -2. ആസ് ടി അപ്രോച്ചസ് -2 എങ്ങനെ വരും? ഫ്രം values less than -2. -2നേക്കാ ചെറിയ വാല്യൂസ് എവിടെയാണ്? ഇവിടെ ഉള്ളത്. അപ്പൊ ഫംഗ്ഷൻ എന്താ ഉണ്ടാവുന്നത്? ഫംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്ത് പറയാം നമുക്ക്? എഫ് ഓഫ് ടി becomes arbitrarily close to 0. അതേപോലെ തന്നെ ഞാൻ പറയാം ആസ് ടി approaches -2 for values greater than -2. അതായത് ഈ സൈഡിൽ നിന്ന് വരുന്നു. ടി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് -2ലോട്ട് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തോ വരുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. എന്ത് പറയാം നമുക്ക്? എഫ് ഓഫ് ടി becomes arbitrarily close to 0. അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്ത് പറയാം? എഫ് ഓഫ് ടി tends to 0 as t tends to -2 or limit t tends to -2 f of t equal to 0 എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഈ പടം ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ. ശരിയായില്ലല്ലോ. ഓക്കെ, വേണ്ട, നമുക്ക് മാറ്റിട്ട് ഒന്നുകൂടെ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഇവിടെ വരയ്ക്കാം കേട്ടോ. ഒന്നുകൂടെ വരച്ചിട്ട് പിന്നെ നോക്കാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇതിങ്ങനെയല്ലേ വരച്ചത്? നമ്മൾ നേരത്തെ പടം നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നേ അല്ലേ? ഇവിടെ ഇങ്ങനെ വന്നു. 1ൽ 0,
പിന്നെ ഇവിടെ 1 ആണ്. -1 ഇവിടെയാണ്. -2 അവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്ത് വന്നു? -1 ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് വന്നത് നമുക്ക് -1. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ടാമത് ബി. ലിമിറ്റ് t ടെൻസ് ടു -1 f of t. t -1 ആവുമ്പോൾ t -1 ഡിഫൈൻഡ് ആണോ? അല്ല, t ടെൻസ് ടു -1 f of t. ഓക്കെ, t -1 ആവുമ്പോൾ f of tയുടെ വാല്യൂ എന്തായിരിക്കും നോക്കൂ. ഫ്രം ദ ഗ്രാഫ് f of t ഈസ് ഡിഫൈൻഡ് at t equal to -1 അല്ലേ? നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് f of tയുടെ വാല്യൂ ഇങ്ങനെയാണ് അല്ലേ? ഇതാ f of -1. f of -1 ഡിഫൈൻഡ് ആണ്. ആൻഡ് f of -1 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ വരയ്ക്കുക. അങ്ങോട്ട് വരയ്ക്കുമ്പോൾ എന്ത് വരും? എന്താണ് -1 വരയ്ക്കുമ്പോൾ f of -1 എന്ന് പറയുന്നത് നമുക്ക് -1 താഴോട്ടല്ലേ വരുന്നത്? -1 എന്നാണ് കിട്ടുന്നത്. f of -1 ഇതാണ്, ഇവിടെയാണ് എക്സ് ആക്സിലാണ് അല്ലേ ഡൊമൈൻ എടുക്കണം. f of -1 എന്ത് വരും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരയ്ക്കുക. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? -1 ആണ് വരും. അപ്പം -1 എഴുതുക കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ -1. ആസ് എക്സ് ടെൻസ് ടു -1 f of -1 equal to -1. പിന്നെ ഇനി നമുക്ക് -1 ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ആസ് t approaches to ആണ് അല്ലേ? approaches to -1 from ലെഫ്റ്റ് നിന്ന് -1 വരുമ്പോൾ f of t എന്താവുന്നു? then f of t or t approaches -1 for values less than -1 എന്നും പറയാം. ഇങ്ങനെ approaches from left എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? f of t approaches -1 അല്ലെങ്കിൽ f of t is arbitrarily close to -1 എന്ന് പറയാം. ഇതേപോലെ തന്നെ as t approaches -1 from right or for values greater than -1, then also f of t approaches എന്താണ്? -1 എന്ന് പറയാം അല്ലേ? എല്ലാ കേസിലും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് t ടെൻസ് ടു -1 f of t ഈക്വൽ ടു -1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ലിമിറ്റ് t ടെൻസ് ടു 0 f of t. t 0 ആകുമ്പോൾ f of tയുടെ വാല്യൂ എന്താണെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഇതുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. 0 f of tയുടെ വാല്യൂ എന്താണ്? ഇനിയിപ്പോൾ ഞാനിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. f of 0 എത്രയോ വന്നാലും നമുക്ക് ഇവിടെ ഇതാന്ന് കാണിക്കുന്നുണ്ട്. f of 0 എന്താണ്? 0 ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി for t less than 0 f of t approaches 0 അല്ലേ? as t approaches 0 from left നിന്ന് 0 from values less than 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ f of t എന്ത് വന്നു? f of t എന്തായി വന്നു? f of t has values near എന്താണ്? f of t has values near -1 എന്ന് പറയാം. ഇനി ഓൾസോ നമുക്ക് ഇനി പറയാം as t approaches
0 for values greater than 0. 0നേക്കാൾ കൂടുതലുള്ള വാല്യൂസ് എന്താ ഉണ്ടാവുന്നത്? സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് 0നേക്കാൾ കൂടിയ വാല്യൂസ് ഇവിടെയല്ലേ ഉള്ളത്, ഈ സൈഡിൽ. അവിടുന്ന് 0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ ഉണ്ടാവുന്നത്? ഫംഗ്ഷൻ വന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുകയെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ? 1 ആണ് അല്ലേ? അപ്പൊ ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് ടി അപ്രോച്ചസ് എന്ത് പറയാം നമുക്ക്? അപ്രോച്ചസ് ഓർ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 1. എഫ് ഓഫ് ടി 1. മനസ്സിലായോ? അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും രണ്ട് വാല്യൂസ് ആണ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ -1ലോട്ടും എഫ് ഓഫ് ടി അപ്രോച്ച് ചെയ്യുന്നു, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ +1ലോട്ടും എഫ് ഓഫ് ടി അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? Therefore limit t tends to 0 f of t does not exist എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, അടുത്ത ഇതാവുകയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിൽ ലിമിറ്റ് t tends to 1 f of t. ഇനി 1 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. 1 ആവുമ്പോൾ ടി അറ്റ് 1ൽ എന്താണ് വരുന്നത്? എഫ് ഓഫ് 1 എന്താ വരുന്നത്? എഫ് ഓഫ് 1 is equal to 1 അല്ലേ വരുന്നത്? ഇത് എന്താണ്? ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം, ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. at as limit t tends to 1 for t, എഫ് ഓഫ് 1 നമുക്ക് 1 ആണ് കിട്ടി. ഓക്കെ, ഇനി എഫ് ഓഫ് 1 അല്ലേ? ഇവിടെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് 1 is 1 എന്ന് കിട്ടി. ഇനി as t approaches 1 for values less than 1 ആവുമ്പോൾ, ലെസ് ദാൻ 1 നിന്ന് എഫ് ഓഫ് ടിയിലോട്ട് വരുമ്പോൾ 1ലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ലെസ് ദാൻ 1 നിന്ന് 1ലോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 1നോട് അടുത്താണ്. തിരിച്ചതേപോലെ ഗ്രേറ്റർ ദാൻ അല്ലേ, ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ എന്താ വരുന്നത്? ക്ലോസ് ടു 1 തന്നെ അല്ലെ? ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 1 തന്നെയാണ് വരുന്നത്. ഓക്കെ, ആസ് ലെസ് ദാൻ 1 എഫ് ഓഫ് ടി ഈസ് approximately 1. ഓക്കെ, എഫ് ഓഫ് ടി. അപ്പൊ നമുക്ക് എന്താ പറയാ? ആൻഡ് ഓൾസോ യു ഹാവ് ട്രൈഡ് ദിസ് ആസ് ടി അപ്രോച്ചസ് 1 ഫോർ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്താണ്? ഇവിടെയുള്ളത് നമ്പർ. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴും എഫ് ഓഫ് ടിയുടെ വാല്യൂ എങ്ങോട്ടാ വരുന്നത്? എഫ് ഓഫ് 1ന്റെ അടുത്തുള്ള വാല്യൂസിന് എന്താ വരുന്നത്? 1 തന്നെയാ വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് എഴുതണം. ആസ് ടി അപ്രോച്ചസ് 1 for values greater than 1 അല്ലേ? then also f of t equal to 1. therefore എന്ത് പറയാം നമുക്ക്? ലിമിറ്റ്, അത് എഴുതണം കേട്ടോ, വേണമെങ്കിൽ 10 എഴുതാം ഞാൻ. as t approaches 1 for values greater than 1 then also f of t is approximately 1. therefore we can say that രണ്ട് സൈഡിൽ നിന്ന് ഒരേ വാല്യൂസിനോടാണ് f of x വരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? therefore limit t tends to 1 f of t എന്താണെന്ന് പറയാം? 1 എന്ന് പറയാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് നോക്കാം. സം മോർ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി.